എൻ്റെ പേര് സജീവ് വർഗീസ് എന്നാണ്. സേഫ്റ്റി നെറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങളുടെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 12 വർഷങ്ങൾ കഴിഞ്ഞു. ഇത് മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഓൾ ഫാബ്രിക്കേഷൻസ് വർക്കുകൾ, അതുപോലെ മോസ്കിറ്റോ നെറ്റിൻ്റെ വർക്കുകളുമാണ് മെയിനായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. മോസ്കിറ്റോ നെറ്റിൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നല്ലൊരു ഹാപ്പി ഡീലിങ്സ് ചെയ്യാൻ ഞങ്ങളുടെ സമൂഹത്തിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഉള്ളത് ദോഷപരമായിട്ടുള്ള ഒരു കാര്യമാണ്. 4 വെറൈറ്റീസ് നെറ്റുകളാണുള്ളത്. HDP നെറ്റ്, അലുമിനിയം നെറ്റ്, സ്റ്റീൽ നെറ്റ്, സ്റ്റീൽ ബ്ലാക്ക്, 316 അങ്ങനെയുള്ള വെറൈറ്റീസിലുള്ള നെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പല റേറ്റിലുള്ളതും ഉണ്ട്. സാധാരണ എക്കണോമി ഞങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. സാധാരണ ഡോറുകൾ മോസ്കിറ്റോന്റെ അല്ലെങ്കിൽ സേഫ്റ്റി നെറ്റിന്റെ ഡോറുകൾ ചെയ്യുന്നത് ഈ രീതിയിലാണ് സാധാരണ അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള പുതിയ വീടുകളൊക്കെ ആണെങ്കിലും നമ്മൾ നല്ലപോലെ ഫർണിഷായിട്ടൊക്കെ നമ്മൾ ചെയ്തു വെക്കുമ്പോൾ അതിന് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ തടിയാലെ പുറമേ ഉള്ളവർ കാണലോ ആസ്വദിക്കലോ ഒന്നും നടക്കുകയില്ല. അങ്ങനെ വരുമ്പം ഇത് ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് തുറക്കാം, ഓട്ടോമാറ്റിക് അടഞ്ഞോളൂ, ഉള്ളിൽ നിന്ന് ലോക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ രീതിയിൽ വരുന്നത്. ഇത് ഇക്കോണമി റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അതിന് പ്രതിവിധിയായിട്ട് വേറൊരു മോഡലും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അത് പ്ലേറ്റഡ് മോസ്കിറ്റോ നെറ്റ്. ഇത് സ്ലൈഡിംഗ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ ഉണ്ടാവും. ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്നുവേണ്ടി പുറത്തേക്ക് തുറക്കേണ്ട ഒരു ഡിസ്റ്റർബൻസ് വരുന്നില്ല. എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളോ വീട്ടിലുള്ള സമയം തുറക്കാനും അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്കിത് വലിച്ചിടണമെങ്കിൽ ക്ലോസ് ചെയ്യാം, തുറന്നിടണമെങ്കിൽ ഇത് തുറന്നിടാം. ആ രീതിയിൽ പാപ്പിലോണം നല്ല മൂവ്മെന്റ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. HDP നെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. HDP നെറ്റ് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീന്റെ നൂലാണ് ഇത് വരുന്നത്. ഇത് പണ്ട് കാലം മുതലേ ഉള്ള നെറ്റ് ഇത് തന്നെയായിരുന്നു. അതിനുശേഷമാണ് സ്റ്റീൽ നെറ്റുകളും അലുമിനിയം നെറ്റുകളും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 25 വർഷം കഴിഞ്ഞാലും ഈ നെറ്റിന് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവാറില്ല. 5 വർഷത്തോളം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂറിനുള്ളിൽ സർവീസും നമ്മൾ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സാധാരണഗതിയിൽ വർക്ക് ചെയ്തിട്ട് പോകും. പിന്നെ നിങ്ങൾ കഴുകാനോ പെയിന്റ് അടിക്കുന്ന സമയത്തോ അത് നിങ്ങൾ തന്നെയോ അല്ലെങ്കിൽ പർച്ചേസിനെ കൊണ്ടോ ഊരിയെടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും റീസെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് വേറൊരു സർവീസും കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീടിന്റെ പെയിന്റ് അടിക്കുന്ന സമയത്ത് സർവീസ് സെക്ഷൻ ഉണ്ട്. അവരേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അവർ വന്ന് അതെല്ലാം നമ്പർ ഇട്ട് മാറ്റി വെച്ച് വാഷ് ചെയ്ത് നിങ്ങളുടെ പെയിന്റ് അടിയോ മറ്റു കാര്യങ്ങളോ കഴിഞ്ഞിട്ട് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനും കൂടെ ഞങ്ങളുടെ സർവീസ് ഇൻവോൾവ്മെന്റ് ആണ്. അന്നേരം അതിന്റെ സർവീസ് ചാർജ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സർവീസ് മേഖല എന്നത് ഓൾ ഓവർ കേരള വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർണാടക മേഖലയിൽ വരുന്നുണ്ട്. സ്കൂളുകൾ ചെയ്യുന്നുണ്ട്, ആശ്രമങ്ങള്, പള്ളികള്, ഗവൺമെന്റുകള്, വീടുകള്. അതുപോലെ ഇതിന് എവിടെയാണോ മോസ്കിറ്റോയുടെ പ്രോബ്ലംസ് വരുന്നത് അവിടെ എല്ലാ മേഖലകളിലും നമ്മൾ എത്തിപ്പെടാറുണ്ട്, ചെയ്തു കൊടുക്കാറുമുണ്ട്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വരുന്ന കാലഘട്ടത്തിൽ കൊതുകിൻ്റെ ശല്യം ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. സേഫ്റ്റി നെറ്റ് സ്ക്രീൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുറികളിൽ ഒക്കെ കൊതുക് വലകൾ ഫിക്സ് ചെയ്യുകയും അതിനൊക്കെ ശേഷം എല്ലാവരും വളരെ കംഫർട്ടബിളായിട്ട് ഉറങ്ങുന്നതിനെ പറ്റി ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ അടുത്ത സ്ഥാപനങ്ങളിലും ഇവർ വഴി തന്നെ കുട്ടികൾ സ്ഥാപിക്കുകയും കൊതുകിൻ്റെ ശല്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അധികം വിമുക്തി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സർവീസ് വളരെ സുദീർഘമായ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എപ്പോഴാവശ്യപ്പെട്ടാലും എവിടെയെങ്കിലും ചെറിയ കറക്ഷൻസൊക്കെ പാളിച്ചകൾ എന്തെങ്കിലും വന്നിട്ടുണ്ട് അത് തിരുത്തുന്നതിനായിട്ടും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ടും ഒക്കെ അവരുടെ ശ്രമങ്ങൾ എപ്പോഴും അഭിനന്ദനീയമാണ്. പിന്നെ പുതിയ വീടുകൾ വരികയാണെങ്കിൽ കിച്ചൺ വർക്കുകൾ കംപ്ലീറ്റ്, അത്യാവശ്യം ഇന്റീരിയൽ, അത് ടഫൻ ഗ്ലാസിന്റെ വർക്കുകൾ, ഇങ്ങനെയുള്ള സർവീസ് മേഖലയിൽ എന്താണോ ഒരു വീടിന് റിക്വയർമെന്റ്സ് ആയിട്ട് വരുന്നത് അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എൻക്വയറി നമുക്ക് വരികയാണെങ്കിൽ സാധാരണ ഇതിൽ കസ്റ്റമേഴ്സ് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ കമ്പനി പോയി അത് പ്രൊഡക്റ്റ് കണ്ട് അവർക്ക് ഓർഡർ കൊടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങളുടെ രീതി തികച്ചും വ്യത്യസ്തമാണ്. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് അവിടെ ചെന്ന് സാമ്പിൾ കാണിച്ച് ഒരു വീട് കാണുമ്പം നമ്മുടെ സ്റ്റാഫിനറിയാം ഏതൊക്കെ രീതിയിൽ ചെയ്യണം, എന്നാലേ അവർക്ക് അത് കൊണ്ട് എഫക്റ്റീവ് കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഞങ്ങളത് കണ്ട് അതിന്റെ മെഷർമെന്റ് എടുത്ത് അതിന്റെ കോട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പോരുക ചെയ്യാം. ഇന്ന് മോസ്കിറ്റോ നെറ്റ് എല്ലാ മേഖലയിലും ചെയ്യുന്നുണ്ട്. വീടായിരുന്നാലും ഹോസ്പിറ്റലായിരുന്നാലും സ്കൂളുകളിൽ പോലും അത് ചെയ്യുന്നുണ്ട്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചെയുടെ ശല്യങ്ങൾ, മറ്റു കൊതുകിൻ്റെ ശല്യങ്ങൾ, പ്രാണികളുടെ ശല്യങ്ങൾ, അതുപോലെ അവരുടെ കിച്ചൺ മേഖലയിൽ എലി ശല്യങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഗസ്റ്റുകളെ ഇതുപോലുള്ള മേഖലകളിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മോസ്കിറ്റോ നെറ്റ് എന്ന് പറയുന്നത്. അതിൽ പലതരം ക്വാളിറ്റി ബേസിലായിട്ടുള്ളത് ഉണ്ടെന്ന് മാത്രം. എലി കട്ട് ചെയ്യാതിരിക്കാനാണെങ്കിൽ സ്റ്റീൽ നെറ്റുകൾ കൊടുക്കണം,
അതുപോലെ കൊതുക്, ഈച്ച, അത് പ്രാണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ HDP നെറ്റ് അതുപോലുള്ളവ കൊടുത്താൽ മതി. ഇതുപോലുള്ളതിന് ഉത്തമ പരിഹാരമാണ് സേഫ്റ്റി നെറ്റ്. എൻ്റെ പേര് KV ഗോകുൽദാസ്. വീട് എടുത്ത ഉടനെ ആദ്യം ചെയ്തത് മുഴുവൻ വെന്റിലേറ്ററിലും നെറ്റ് കവറിങ് കൊടുക്കുകയാണ് ചെയ്തത്. അത് ഇവിടുത്തെ സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്. സജീവ് വർഗീസ് എന്ന ആളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഒരു വീട് എടുക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ, കൊതുക് നിവാരണം, കൊതുകിൻ്റെ ആക്രമണം തടയാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വെന്റിലേഷൻ മുഴുവൻ നമ്മൾ അതിൻ്റെ നെറ്റ് കവറിങ് കൊടുക്കുന്നതാണ്. അത് കൊതുകിന് മാത്രമല്ല, കൊതുക് വരാതിരിക്കാൻ മാത്രമല്ല, പല്ലി തുടങ്ങിയ ജീവികളും പ്രാണികളും, അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് എല്ലാ ഭാഗത്തും കാണുന്ന പാമ്പിൻ്റെ ശല്യം. അനുഭവം കൊണ്ട് തന്നെ പറയാം, അങ്ങനെയുള്ള നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിലേക്ക് തലശ്ശേരിയിലെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് പാമ്പ് കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ടിട്ട് പാമ്പിന് വരാൻ സാധിക്കാത്തത്. അതേപോലെ തന്നെ വീട് എടുത്ത ഉടനെ ആദ്യം ചെയ്തത് മുഴുവൻ വെന്റിലേറ്ററിലും നെറ്റ് കവറിങ് കൊടുക്കുകയാണ് ചെയ്തത്. അത് ഇവിടുത്തെ സേഫ്റ്റി നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മുണ്ടാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുമ്പിലുള്ള ഒരു സ്ഥാപനമാണ്. സജീവ് വർഗീസ് എന്ന ആളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ വളരെ ക്വാളിറ്റിയോടുകൂടി, കാരണം ഞാൻ തലശ്ശേരിയിൽ വീട്ടിന് ഈ നെറ്റ് വെച്ചതാണ്. അതിലെനിക്കറിയാം അവിടുത്തെ അതിൻ്റെ ക്വാളിറ്റിയേക്കാളും വളരെ നല്ല ക്വാളിറ്റിയിൽ ഇദ്ദേഹം സജീവ് വർഗീസിൻ്റെ അവരുടെ ടീം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അവരെ വിളിച്ചപ്പോൾ വളരെ റീസണബിൾ റേറ്റുമാണ്, നല്ല ക്വാളിറ്റിയിൽ പറഞ്ഞ സമയത്ത് തന്നെ വളരെ നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ വളരെ സന്തോഷം നമുക്കുണ്ടായിട്ടുണ്ട്. അത് നെറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ മറ്റ് പല നമ്മുടെ അലമാരകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ അധികം പ്രാധാന്യം മറ്റു പല വീട്ടിലുള്ള ഫാഷൻ ഡിസൈനിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്നതിന് പകരം ആദ്യം നമുക്ക് ഏറ്റവും സുരക്ഷിതത്വമാണ് പ്രധാനം. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, 3 വർഷത്തിനിടയിൽ വീട്ടിൻ്റെ അകത്ത് ഒരു കൊതുവിൻ്റെ ശല്യം, ഒരു കൊതുക് പോലും വീട്ടിൻ്റെ അകത്ത് കയറിയിട്ടില്ല എന്നത് സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അവരുടെ ആ ക്വാളിറ്റിക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യം, ആ പ്രാധാന്യം ഒന്നുകൊണ്ട് മാത്രമാണ്.